Hi guys, welcome back to my channel. I'm Dilshad. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഇന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ വർക്കാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മഹീന്ദ്രയുടെ ബൊലേറോ ഒരു 2014 or 15 ആണ് മോഡൽ വരുന്നത്. അതിനെ നമ്മൾ ഫുള്ളി റീപെയിൻറ്റ് ചെയ്ത് ഇൻറ്റീരിയർ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വർക്കെല്ലാം കഴിയാനായിട്ട് നമുക്കൊരു 1.5 മാസത്തോളം എടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റൂഫ് ലാമിനേഷൻ, അതുപോലെ സീറ്റ് മോഡിഫിക്കേഷൻ, ഇൻറ്റീരിയർ കളർ ചേഞ്ച്, ഫ്ലോറിങ്ങിൽ നമ്മൾ ചെയ്തത് 5D മാറ്റാണ്. അപ്പോൾ അത്തരം ചേഞ്ചസ് ആണ് ഇൻറ്റീരിയറിൽ വന്നത്. പുറത്ത് നമ്മൾ ഫുള്ളി പേൾ വൈറ്റ് ആണ് റീപെയിൻറ്റ് ചെയ്തത്. ഒപ്പം തന്നെ ഗ്ലോസി ബ്ലാക്ക് വരുന്ന കുറച്ച് ഫിനിഷിംഗ് ആയിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബൊലേറോയുടെ വർക്ക് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബൊലേറോ. പേൾ വൈറ്റ് ആണ് പെയിൻറ്റ് ചെയ്തത്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഇങ്ങനെയാണ്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് നമ്മൾ ജെൽ പ്ലേറ്റ് ഒക്കെ ചെയ്തു. സെയിം ഡേ തന്നെ നമുക്കൊരു താറിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. മഹീന്ദ്രയിൽ നിന്നുള്ള മറ്റൊരു ഓഫ് റോഡ് വെഹിക്കിളായിരുന്നു താറ്. ബൊലേറോയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് പെയിൻറ്റിങ് തന്നെയാണ്. പേൾ വൈറ്റ് ആണ് ചെയ്തത്. ഫ്രണ്ട് 2 ഹെഡ്ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. ഗ്രില്ലിന് ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തു. നമ്പർ പ്ലേറ്റ് ജെൽ ടൈപ്പ് ചെയ്തു. ഫോഗ് ലാംപ്സ് LED ഫോഗ് ലാംപ്സ് ആഡ് ചെയ്തു. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ബീഡിങ് എല്ലാം മാറ്റി. അതുപോലെ വീൽ ആർച്ചിൻ്റെ പോർഷൻ എല്ലാം നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആണ് ചെയ്തത്. അതുപോലെ സൈഡ് മിറർ ഗ്ലോസി ബ്ലാക്ക് ആണ് ചെയ്തത്. നല്ലൊരു വീൽ ക്യാപ്പ് ഇട്ടു. റെയിൻ ഗാർഡ്, അതായത് ഡോർ വൈസർ ബ്ലാക്കിൽ ചെയ്തു. ഫുഡ് സ്റ്റെപ്പ് എല്ലാം നമ്മൾ മാറ്റ് ഫിനിഷ് പെയിൻറ്റ് ചെയ്തു. ഡോർ ഹാൻഡിലെല്ലാം നമ്മൾ ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ് പെയിൻറ്റ് ചെയ്തത്. മോണോഗ്രാംസ് എല്ലാം ക്രോം പുതിയത് തന്നെ ആഡ് ചെയ്തു. ബൊലേറോ എന്ന് എഴുതിയിട്ടുള്ള മോണോഗ്രാംസ്. അതുപോലെ സ്പോയിലർ വിത്ത് LED ലൈറ്റ് വരുന്ന സ്പോയിലർ പുതിയത് ചെയ്തു. ബാക്കിൽ വരുന്ന സ്റ്റെപ്നി കവറിനൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിൻ്റാണ് കൊടുത്തത്. ഇനി ഉള്ളിലോട്ട് പോകുമ്പോൾ ഇൻറ്റീരിയർ ഫുള്ളി മോഡിഫൈ ചെയ്തു. ഇൻറ്റീരിയർ കളർ ചേഞ്ച് ചെയ്തു. അതുപോലെ അപ്പോൾസ്ട്രി വർക്ക്, ഫുൾ സീറ്റ്, അതുപോലെ ഡോർ പാഡുകൾ എല്ലാം ചെയ്തു. സ്റ്റിയറിംഗ് എല്ലാം ഒറിജിനലി റാപ്പ് ചെയ്തു. സ്റ്റിയറിംഗ് കവർ ഒക്കെ, സീറ്റ് തൈ സപ്പോർട്ടും വിങ് സപ്പോർട്ടും എല്ലാം കൊടുത്തു. മോഡിഫൈ ചെയ്തു മാറ്റി. നല്ലൊരു ആംറസ്റ്റ് സെൻറ്ററിൽ കൊടുത്തു. വുഡൻ ആംറസ്റ്റ് ആണ് കൊടുത്തത്. അതിനും ആ ഒരു സെയിം ലുക്കിൽ വരുന്ന ഒരു കവറിങ് തന്നെയാണ് കൊടുത്തത്. ഇങ്ങനെയൊക്കെയാണ് സീറ്റിൻ്റെ ഒക്കെ ഫിനിഷിങ് വന്നിട്ടുള്ളത്. ഡാഷ്ബോർഡിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്. ഗിയർ ബൂട്ട്, ഗിയർ നോബ് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. സെൻറ്റർ റോ വരുമ്പോൾ ഒറിജിനൽ ടൈപ്പിൽ തന്നെ ആംറസ്റ്റും എല്ലാം ചെയ്തു. സിപ്പ് ടൈപ്പ് അല്ല ആംറസ്റ്റ് ചെയ്തത്. റൂഫ് നമ്മൾ ലാമിനേഷൻ ചെയ്തത് ബ്ലാക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. റൂഫിലെ എല്ലാ പാർട്സും നമ്മൾ ബ്ലാക്കിലോട്ട് മാറ്റി. ഹാൻഡിൽസ് എക്സെട്ര. തേർഡ് റോ സീറ്റ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഫ്ലോറിൽ 5D മാറ്റാണ് നമ്മൾ ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കും ബൊലേറോ കയ്യിലുണ്ടെങ്കിൽ, ഇതുപോലുള്ള മോഡിഫിക്കേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ സീ യു, ബൈ.